ശബരിമല സന്നിധാനത്തെ സ്വർണ്ണ കവർച്ച കേസിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുന്നുവെന്ന ഗുരുതരമായ ആരോപണമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തി. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരെ കണ്ടെത്തുക എന്ന പ്രാഥമികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി കേസിനെ രാഷ്ട്രീയവൽക്കരിക്കാനും CPIM നേതാക്കളെ സംരക്ഷിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. അന്വേഷണ സംഘത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ 2 ഉദ്യോഗസ്ഥർക്ക് CPIMുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇത് കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും സതീശൻ ആരോപിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പ്രതിക്കൊപ്പം ഫോട്ടോ എടുത്തവരെ കണ്ടെത്തുകയല്ല, മറിച്ച് അമ്പലത്തിലെ സ്വർണം കവർന്നവരെ പിടികൂടുകയാണ് പോലീസ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തിരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാനുള്ള CPIMന്റെ ഗൂഢനീക്കങ്ങളെ കുറിച്ചും പ്രതിപക്ഷ നേതാവ് രൂക്ഷമായ ഭാഷയിലാണ് സംസാരിച്ചത്. വടക്കാഞ്ചേരിയിലും മറ്റത്തൂരിലും കണ്ടത് ജനാധിപത്യത്തെ പണം കൊണ്ട് വിലക്കെടുക്കുന്ന കാഴ്ചയാണ്. കൂറുമാറ്റത്തിന് 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത സംഭവം പുറത്തു വന്നിട്ടും CPIM ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് പരിഹാസ്യമാണ്. അധികാരത്തിനായി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത പാർട്ടിയായി CPIM മാറിയെന്നും വോട്ടർമാരുടെ വിധി പണം കൊടുത്ത് അട്ടിമറിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വശത്ത് ജനാധിപത്യ സംരക്ഷണത്തെ കുറിച്ച് പ്രസംഗിക്കുകയും മറുവശത്ത് കുതിരക്കച്ചവടം നടത്തുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് CPIM സ്വീകരിക്കുന്നത്. വർഗീയത പ്രചരിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ചില ആളുകളെ ഉപയോഗിക്കുന്നു എന്ന ആരോപണം സതീശൻ ഉന്നയിക്കുന്നുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഇതിനായി മുഖ്യമന്ത്രി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടത്തിയ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രിയുടെ നാവായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. വെള്ളാപ്പള്ളിയുടെ നിലപാടുകളെ ചൊല്ലി ഇടതുമുന്നണികൾക്കുള്ളിൽ തന്നെ പ്രത്യേകിച്ച് CPIയും CPMും തമ്മിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചോദ്യം ചോദിക്കുന്നവരുടെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന വെള്ളാപ്പള്ളിയുടെ ശൈലി ജനാധിപത്യ വിരുദ്ധമാണ്. മുസ്ലിം ലീഗിനെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ സമൂഹത്തിൽ വിഭജനമുണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല കേസിൽ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യുന്നതിനെ സതീശൻ ശക്തമായി പ്രതിരോധിച്ചു. UDF കൺവീനറെയോ അടൂർ പ്രകാശിനെയോ SIT ചോദ്യം ചെയ്യുന്നതിൽ പേടിയില്ല. ഒരാളെ ചോദ്യം ചെയ്തു എന്നതുകൊണ്ട് മാത്രം അവർ പ്രതിയാകില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഫോട്ടോ എടുത്തതാണ് കുറ്റമെങ്കിൽ ആ ലിസ്റ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും ഒന്നാമൻ. അടൂർ പ്രകാശിനൊപ്പം പോകുമ്പോൾ പോറ്റി ഒരു പ്രതിനിധിയായിരുന്നില്ല. ആ സമയത്ത് ഒരാൾക്കൊപ്പം യാത്ര ചെയ്തതോ ഫോട്ടോ എടുക്കുന്നതോ തെറ്റല്ല. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന അതേ ആവേശത്തിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തതെന്ന് സതീശൻ ചോദിച്ചു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രസ്താവനകൾക്കും പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി. കോടതികളിൽ തെളിവുകളല്ല, മറിച്ച് കീറക്കടലാസുകളാണ് പ്രതിപക്ഷം ഹാജരാക്കുന്നത് എന്ന കടകംപള്ളിയുടെ പരിഹാസത്തിന് കോടതി ചോദിക്കുന്നത് തെളിവുകളാണെന്നും അവ കൃത്യമായി കൈവശമുണ്ടെന്നും സതീശൻ മറുപടി നൽകി. സിവിൽ കോടതി തെളിവുകൾ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അത് ഹാജരാക്കാൻ പ്രതിപക്ഷം തയ്യാറാണ്. ശബരിമലയിലെ സ്വർണം കവർന്നത് CPIM നേതാക്കളാണെന്ന് പകൽ പോലെ വ്യക്തമായ കാര്യമാണിത്. പാർട്ടിയുടെ ഉന്നതർ തന്നെ മോഷണത്തിൽ പങ്കാളികളായതോടെ CPIM നാണം കെട്ടു നിൽക്കുകയാണ്. ഈ നാണക്കേട് മറയ്ക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിച്ചതും രാഷ്ട്രീയ നേതാക്കളെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും പുകമറ സൃഷ്ടിക്കാൻ സർക്കാർ ശ്രമിക്കുകയും ചെയ്യുന്നത്. സ്വർണം ഉരുക്കി മറച്ചുവിറ്റതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പല CPIM നേതാക്കളും വെട്ടിലാകുമെന്ന് സതീശൻ മുന്നറിയിപ്പ് നൽകി. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അന്വേഷണം എന്ന പേരിൽ നടത്തുന്ന ഇത്തരം നാടകങ്ങൾ കൊണ്ട് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ കഴിയില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കാര്യമായ അന്വേഷണം നടക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്നും നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ശക്തമായി ഉയർത്തുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി.